അമേരിക്ക എന്തിനു വേണ്ടിയാണ് എബ്രഹാം അക്കോർഡ് ഉണ്ടാക്കുന്നത്? ഇത് ഇന്ന് തുടങ്ങിയതല്ല. ഇത് സത്യത്തിൽ 1979 തുടങ്ങിയ ഇതിനൊരു മൂവ് ഉണ്ടായിരുന്നു. എന്താണ് ഈ എബ്രഹാം യോജിപ്പ് അല്ലെങ്കിൽ എബ്രഹാം ഐക്യം എന്നൊക്കെ പറയാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എബ്രഹാമാണ് 3 മതങ്ങളുടെ ഒരുപോലെ സ്ഥാപകൻ. ജൂതമതം, ക്രിസ്തുമതം, ഇസ്ലാം മതം. ഈ 3 മതങ്ങളും അവരുടെ പൈതൃകത്തിൻ്റെ പ്രഥമ സ്ഥാനത്ത് പാട്രിയാർക്ക് എന്ന് പറയാവുന്ന പദവിയിൽ അവരോധിച്ചിട്ടുള്ളത് എബ്രഹാമിനെയാണ്. എബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു, വിശ്വാസ്യത എത്ര ഉണ്ടെന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദൈവം പറഞ്ഞ് മകനെ ബലി നൽകണമെന്ന് പറഞ്ഞ്, ഏറ്റവും പ്രിയപ്പെട്ട. എബ്രഹാം അതിന് തയ്യാറായി. എബ്രഹാം തയ്യാറായിക്കൊണ്ട് ദൈവത്തിലുള്ള വിശ്വാസം അരക്കിട്ട് ഉറപ്പിച്ചതിനെയാണ് ബലിപ്പെരുന്നാളെന്ന് പറയുന്നത്. ഇപ്പോൾ ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നത്, ഈ ബലിപ്പെരുന്നാൾ അതിൻ്റെ ഇതാണ്. അപ്പോൾ ബലിപ്പെരുന്നാളിൻ്റെ തത്വം എന്താണെന്ന് വെച്ചാൽ, ദൈവത്തിൻ്റെ മുന്നിൽ ദൈവത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുന്നിൽ നിരുപാധികമായി കീഴടങ്ങിക്കൊണ്ട് അടിമത്വം വഹിച്ചുകൊണ്ട് ഒരു അടിമയെപ്പോലെ ദൈവം നൽകുന്ന ആജ്ഞകൾ അനുസരിക്കുന്നതിനെയാണ് ബലിപ്പെരുന്നാൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ലോകത്തിലെ 3 യൂറോപ്പും അമേരിക്കയും ഓസ്ട്രേലിയയും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവർക്കെല്ലാവർക്കും ഒരു കോമൺ എലമെൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എബ്രഹാം മതത്തിൻ്റെ പാരമ്പര്യമാണ്. അത് യഹൂദന്മാർക്കുണ്ട്, ക്രിസ്ത്യാനികൾക്കുണ്ട്, മുസ്ലിങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ 3 രാജ്യങ്ങൾ, ഈ 3 മതങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപീകൃതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞാൽ അത് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി മാറും എന്നാണ് അമേരിക്കയുടെ കണക്കുകൂട്ടൽ. അങ്ങനെ അമേരിക്ക കരുതാൻ ഒരു കാരണമുണ്ട്. ആ എബ്രഹാമിക് ട്രഡീഷൻ ഇല്ലാത്ത രാജ്യങ്ങളുണ്ട്. ചൈന, ഇന്ത്യ, ഒരു പരിധിവരെ റഷ്യ. ഇവരൊന്നും ഒരു എബ്രഹാമിക് ട്രഡീഷൻ പിന്തുടരുന്നവരല്ല. ഈ ചൈനയും ഇന്ത്യയും റഷ്യയും ലോകശക്തികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോകത്തിൻ്റെ ശാക്തിക ചേരികളിൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ ഏഷ്യൻ രാജ്യങ്ങൾ എന്ന് പറയുന്ന ഈ രാജ്യങ്ങൾ, ഇൻക്ലൂഡിങ് ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങൾ, അല്ലെങ്കിൽ എബ്രഹാമിക് സ്വാധീനമില്ലാത്ത രാജ്യങ്ങൾ, ആ രാജ്യങ്ങൾ ഒരു വലിയ സാമ്പത്തിക സൈനിക ശക്തിയായി വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ നേരിടേണ്ടി വരും എന്ന് കണ്ടപ്പോൾ അതിനെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നേരിടണം എന്ന് തീരുമാനിച്ചതിൻ്റെ ഫലമാണ് ഈ എബ്രഹാം അക്കോർഡ്. അതൊരു ചെറിയ കാര്യമല്ല. കാരണം പറയുന്നത്, ഇസ്ലാം, ക്രിസ്ത്യൻ, ജൂത മതങ്ങൾക്ക് നമ്മുടെ ആദിമ പിതാമഹൻ എന്ന് പറയുന്നത് എബ്രഹാമാണ്. ആ എബ്രഹാമിനോട് നമുക്ക് യോജിപ്പ് വേണം എന്നുള്ളതാണ്. ആദാമിൻ്റെ സന്തതികൾ കായീനും ആബേലും, അവർ തമ്മിൽ തുടങ്ങിയ യുദ്ധമുണ്ട്. അത് കഴിഞ്ഞാൽ ഓരോ മതവിഭാഗങ്ങൾക്കിടയിലുമുള്ള ഭിന്നിപ്പും യുദ്ധങ്ങളും ഉണ്ട്. പെൻഡക്കോസ്റ്റ്, കാത്തലിക് ഭിന്നത, ഇതൊക്കെ ഉണ്ട്. പക്ഷേ എബ്രഹാം എന്നുള്ളത് മാത്രമാണ് ഈ മതങ്ങൾക്കെല്ലാം പൊതുവായിട്ടുള്ളത്. അപ്പോൾ ഈ പൊതുബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ പൊതു പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകരാജ്യങ്ങളുടെ ഒരു പുതിയ ശാക്തിക ചേരി ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ എബ്രഹാം അക്കോർഡ്. മതത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ശക്തി ഉണ്ടാക്കാൻ അമേരിക്ക തീരുമാനിക്കണമെങ്കിൽ അതിന് കാരണം ഉണ്ടാകണമല്ലോ. അമേരിക്ക ഒരിക്കലും മത ആധിപത്യത്തിന് എതിരെ നിൽക്കുന്ന ഒരു രാജ്യമല്ല, അങ്ങനെ സങ്കല്പിക്കുകയേ ചെയ്യരുത്. അവരുടെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനും CIA എല്ലാം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, മതത്തിൻ്റെ സ്വാധീനത്തിൽ, മതത്തിൻ്റെ പരിശീലനത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ളതാണ്.
ലോകത്ത് അങ്ങനെ വേറെ ഒരാൾക്കും ഇല്ലയെന്ന്, വല്ല ഇസ്ലാമിക രാജ്യങ്ങൾക്കുണ്ടെങ്കിൽ ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അമേരിക്കക്ക് അതുണ്ട്. അപ്പോൾ ഈ അമേരിക്ക ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം ഇതിലിവർ കൊണ്ടുവന്നത് ഈജിപ്തിനെയും ജോർദാനെയുമാണ്. 1979 ഈജിപ്തിനെ കൊണ്ടുവന്നു, 94 ജോർദാനെ കൊണ്ടുവന്നു. അപ്പോൾ അന്ന് തുടങ്ങി ഇതുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇസ്രയേലിനെ UAE അംഗീകരിച്ചത്, ഇസ്രയേലിനെ ബഹ്റിൻ അംഗീകരിച്ചത്, ഇസ്രയേലിനെ കസാക്കിസ്ഥാൻ അംഗീകരിച്ചത്. കാരണം ജൂത മതത്തിനാണ് ഇവരെതിരെ നിൽക്കുന്നത്, ശക്തമായിട്ട് എതിരെ നിൽക്കുന്നത്. അതിനെതിരെ മൂന്നിനെയും അംഗീകരിച്ചു. എന്തൊക്കെ തരത്തിലുള്ള സഹകരണമാണ് അതിന് പറയുന്ന കാര്യങ്ങൾ? ഒന്ന് ഡിപ്ലോമാറ്റിക്, നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളിലുള്ള സഹകരണം. 2 സാമ്പത്തിക മേഖലകളിലുള്ള സഹകരണവും ശാക്തീകരണവും. 3 ഈ എബ്രഹാമിക് റിലീജിയൻ്റെ ബേസിൽ രൂപപ്പെട്ടിട്ടുള്ള രാജ്യങ്ങളുടെ സുരക്ഷ. ഇത്രയും ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സഖ്യം ഉണ്ടാക്കുന്നത്. ഇത് ഓരോന്നോരോന്ന് എടുത്തു നോക്കിയേ. ലക്ഷ്യം എന്താണ്? ലക്ഷ്യം യൂറോപ്പിനും അമേരിക്കയ്ക്കും ഉള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്ക് കഴിയാത്ത വിധത്തിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക, സൈനിക, ധൈഷണിക ശക്തിയായി ഏഷ്യൻ രാജ്യങ്ങൾ വരുന്നതിന് എങ്ങനെ തടയാമെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അമേരിക്ക കണ്ടെത്തിയതാണിത്. അത് ചെറിയൊരു സംഗതിയല്ല. അത് മാത്രമല്ലല്ലോ സാർ, അതിനൊപ്പം ഈ രാജ്യങ്ങളെ ശത്രുവായിട്ട് പ്രഖ്യാപിക്കുകയും കൂടെയല്ലേ? അല്ല, ഈ രാജ്യങ്ങൾ ശത്രുവായിട്ട് തന്നെയാണ് അവർ കാണുന്നത്. അതിൽ തർക്കമൊന്നും വിചാരിക്കേണ്ട. കാരണം എബ്രഹാം അക്കോർഡ് ഉണ്ടാക്കുന്ന സമയത്ത് എബ്രഹാം അക്കോർഡിൽ നമുക്ക് ചേരാൻ പറ്റുമോ? ഇല്ല. ചൈനയ്ക്ക് ചേരാൻ പറ്റുമോ? ഇല്ല. റഷ്യക്ക് ചേരാൻ പറ്റുമോ? ജപ്പാന് ചേരാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ എബ്രഹാം അക്കോർഡ് ഉണ്ടാക്കുന്നത് പ്രധാനമായും പാശ്ചാത്യ രാജ്യങ്ങളെയും അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, ഈ ഗ്രീസ് അടക്കമുള്ള ഈ രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എബ്രഹാം അക്കോർഡ് വരുന്നത്. പക്ഷേ റഷ്യ ക്രിസ്ത്യാനികളുള്ള രാജ്യമല്ലേ? അത് ഓർത്തഡോക്സ് ക്രസൻറ്റമാണ്. റഷ്യയിലുള്ളതെന്ന് വെച്ചാൽ ഇവർ കാണുന്നത് കാത്തോലിക്കരല്ല, കാത്തലിക്കും അല്ല, പ്രൊട്ടസ്റ്റൻസും അല്ല, ഓർത്തഡോക്സാണ്. അത് ഇപ്പോൾ ഡോസ്റ്റോവസ്കിയുടെ കൃതികളിലൊക്കെയാണ് അതിനെക്കുറിച്ച് നല്ല ടോൾസ്റ്റോയുടെ കൃതികളിലൊക്കെ അതിനെക്കുറിച്ച് നല്ല പരാമർശമുണ്ട്. എന്തിനേറെ പറയുന്നു, ഈ ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റിയിലെ പാതിരിയാകാൻ പരിശീലനം നേടിയിട്ടുള്ള ഒരാളാണ് ആര്? സ്റ്റാലിൻ. സ്റ്റാലിൻ്റെ പരിശീലനം അവിടെ നിന്നാണ്. അപ്പോൾ ഈ വേദന സഹിക്കുന്നതിനുള്ളൊരു പരിശീലനമുണ്ട് ഇവരുടെ. ആ വേദന സഹിക്കുന്നതിനുള്ളൊരു പരിശീലനത്തിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഷൂസിൽ ചരൽക്കല്ലുകൾ ഇട്ടിട്ട് മല കയറണം ഷൂസിനകത്ത്. അപ്പോൾ എല്ലാവരും ഈ പയറുമണികളൊക്കെ ഇട്ടിട്ട് കയറും. സ്റ്റാലിൻ ചരൽക്കല്ലുകളിട്ട് മല കയറിയിരുന്ന ഒരുത്തനായിരുന്നു. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേറൊരു സംഗതിയിലാണ് വരുന്നത്. അവർക്കൊരു സ്പിരിച്വൽ കണ്ടൻറ്റിൻ്റെ പാരമ്പര്യമുണ്ട്. അതാണല്ലോ ഫാദർ സോസിമ ഒക്കെ വരുന്ന ഒരു ക്രിസ്ത്യാനിറ്റിയുടെ പാശ്ചാത്യ രൂപത്തിലുള്ളതല്ല അവരുടെ. അതിൻ്റെ സ്പിരിച്വൽ കണ്ടൻറ്റ് എടുത്തിട്ട് അത് പരിശീലിക്കുന്നതാണ് അത് ഇവരുടെ സംഗതി. അത് പോയിക്കോട്ടെ. അപ്പോൾ അത് എന്തായാലും ശരിയാണ്. പക്ഷേ റഷ്യക്കാർക്ക് അവർ ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി അല്ല അവർ പിന്തുടരുന്നത്. അവർക്കൊരു റഷ്യൻ ഐഡൻറ്റിറ്റി ഉണ്ട്, ഇന്ത്യക്ക് ഇന്ത്യൻ ഐഡൻറ്റിറ്റി ഉണ്ട്, ചൈനയ്ക്ക് ചൈനയുടെ ഐഡൻറ്റിറ്റി ഉണ്ട്, ജപ്പാൻ്റെ ഐഡൻറ്റിറ്റി ഉണ്ട്, റഷ്യക്ക് റഷ്യയുടെ ഐഡൻറ്റിറ്റി ഉണ്ട്. ഇത് യൂറോപ്യൻ ഐഡൻറ്റിറ്റിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്വത്വ ബോധമാണ്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിച്ചേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ രാജ്യങ്ങളൊക്കെ വന്നത് കൂടാതെ മൊറോക്കോ, സുഡാൻ. അപ്പോൾ അതിൽ ഇവർ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഇസ്രയേലിനെ അംഗീകരിക്കാനാണ് പ്രയാസമുള്ളത്. ആ ഇസ്രയേലിനെ മുസ്ലിം രാജ്യങ്ങളെ കൊണ്ട് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എബ്രഹാം അക്കോർഡ് കംപ്ലീറ്റ് ആവും. ഇസ്രയേൽ ഇന്ന് ചെയ്തേക്കണ അതിനെ എന്താ വെച്ചാൽ, മൊറോക്കോ
പടിഞ്ഞാറൻ സഹാറ ഭൂമിയിലുള്ള സർവാധിപത്യം മൊറോക്കോക്ക് കൊടുത്തുകൊണ്ടാണ് മൊറോക്കയെ കൂടെ കൂട്ടിയത്. സുഡാൻ തീവ്രവാദികളെ സംരക്ഷിക്കുന്നൊരു പ്രദേശമായിരുന്നു. അത് മാറ്റിയിട്ടാണ് സുഡാനെ കൂട്ടിയിരിക്കുന്നത്. ആ ടാഗ് എടുത്ത് മാറ്റി. എന്നിട്ട് അവരെ മാമോദീസ മുക്കി മഹത്വപ്പെടുത്തി. അവർക്ക് ഈ തടഞ്ഞു വച്ചിരുന്ന സാമ്പത്തിക സഹായങ്ങൾ പ്രഖ്യാപിച്ചു. ഇപ്പോൾ ഒരു എബ്രഹാം ഫണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനൊക്കെ വേണ്ടിയിട്ട്. $3 ബില്യൺ അമേരിക്കൻ ഡോളറാണ് ആ ഫണ്ടിൽ ഇപ്പോൾ ഉള്ളത്. എബ്രഹാം അതിൻ്റെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് വരുന്ന രാജ്യങ്ങളെ സാമ്പത്തികമായി സഹായിക്കലാണ്. അപ്പോൾ സെക്കുലറിസവും ജനാധിപത്യവും ഒക്കെ സംരക്ഷിക്കപ്പെട്ടിരുന്നു എന്ന് പറയുന്ന രാജ്യങ്ങളെല്ലാം അവരുടെ മതപാരമ്പര്യത്തിൻ്റെ അടിവേര് തേടി പോവുകയും അതിൻ്റെ പിതാമഹൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന എബ്രഹാമിൻ്റെ പാതയിലൂടെ രാജ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി മതത്തെ ഉപാധിയാക്കുന്നു എന്നാണ് ഇതിൻ്റെ സൂചന. പക്ഷേ സാർ അതെങ്ങനെ സാധിക്കും? പാമ്പും പട്ടിയും പൂച്ചയും ഒന്നിക്കാൻ പറ്റുമോ? മൂന്നും ശത്രുക്കളെ. പക്ഷേ ഇപ്പോൾ ഒന്നിച്ചല്ലോ, ഇത്രയും പേര് ഒന്നിച്ചില്ലേ? സിറിയ അത് താൽക്കാലികമായിരിക്കും, ഒന്നിച്ചൊരു കൂട്ടി കിടക്കില്ല. ഞാൻ ചോദിക്കട്ടെ, ബഹ്റിൻ, UAE, ജോർദാൻ, സുഡാൻ, മൊറോക്കോ, സിറിയ, ലെബനൻ, സൗദി അറേബ്യ, കസാക്കിസ്ഥാൻ. അതായത് ജൂതനെ കണ്ടാൽ ക്രിസ്ത്യാനിയെ കണ്ടാൽ തുപ്പണമെന്നാണ് ജൂതനെ പഠിപ്പിച്ചിട്ടുള്ളത്. ക്രിസ്ത്യാനിയെ കണ്ടാൽ കൊല്ലണമെന്നാണ് മുസ്ലിമിനെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവർ തമ്മിൽ എങ്ങനെ ഒത്തുപോകും? അവർ തമ്മിൽ ഒത്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ ഉള്ള ആധിപത്യം നഷ്ടപ്പെടും എന്നുള്ളതാണ്. ജൂതനെ കൊന്നേ പറ്റൂ, മുസ്ലിമിനെ. ഞാൻ ചോദിക്കും, നിങ്ങൾ പറയുന്നത് ക്രിസ്ത്യാനിയെയും യഹൂദനെയും എവിടെ വെച്ച് കണ്ടാലും കൊല്ലണമെന്ന് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. ശരി. അപ്പോൾ ബഹ്റിൻ, UAE, ജോർദാൻ, സുഡാൻ, മൊറോക്കോ, സിറിയ, ലെബനൻ, സൗദി അറേബ്യ, കസാക്കിസ്ഥാൻ എല്ലാം ഇസ്ലാമിക രാജ്യങ്ങളല്ലേ? അത് ഈ എബ്രഹാം അക്കോർഡിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ എന്തു ചെയ്യും? താൽക്കാലികം. അപ്പോൾ മതം ആണ് ഇപ്പോൾ അമേരിക്ക ആശ്രയിക്കുന്നത്. അത് പ്രധാനമായിട്ടും ഈ ഏഷ്യൻ ശാക്തീകരണത്തെ തടയുന്നതിന് വേണ്ടി മതത്തെ ഉപാധിയാക്കി ലോകരാജ്യങ്ങൾ, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെയും പാശ്ചാത്യ രാജ്യങ്ങളെയും സംഘടിപ്പിക്കാനും ആ കൂട്ടത്തിൽ ഈ മറ്റേ മധ്യേഷ്യയിലെ രാജ്യങ്ങളെ കൂടെ നിർത്താനുമാണ് അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് എബ്രഹാം അക്കോർഡ്.